എന്താ ഈ മുറി കയറാതെ പോണത്? ഞാൻ തൂത്തുവാരിക്കോട്ടെന്ന് കരുതിയിട്ടാ? അങ്ങനെയൊന്നുമില്ല. ആ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്തിട്ടേര്. തന്നെത്താനങ്ങ് ചെയ്താലെന്താ? ഒരു മുതലാളിച്ച് ഇറങ്ങിയിരിക്കണു. എന്താ പെണ്ണേ, നിന്റെ ചേട്ടത്തിയോട് ഇപ്പോഴേ പോര് തുടങ്ങിയോ? ആജ്ഞാപിക്കലും പറച്ചിലും കേട്ടാ തോന്നും ഞാൻ അവളുടെ വേലക്കാരിയാണെന്ന്. അവളോ? അങ്ങനെയൊന്നും വിളിക്കരുത്. ചേട്ടത്തമ്മയ്ക്ക് അമ്മയുടെ സ്ഥാന. ആ പെരുമാറ്റേ തിരിച്ചും വേണം. അമ്മ എന്തിനാ ഇതൊക്കെ എടുക്കുന്നേ? അലക്കാൻ. അതൊക്കെ ചേട്ടത്തി ചെയ്തോളും. ഇതാരുടെ അടി? അതെന്റെയാ. ആ, നിന്നെ പോലെ തന്നെയാ എനിക്ക് അവളും. എന്റെ വയറ്റിൽ പറന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ ഈ നാത്തുംപോരൊന്നും ഇവിടെ വേണ്ട കേട്ടോ. മാധവി ചേച്ചി അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ നാത്തും പോരല്ല, ഒരു യുദ്ധം തന്നെ ഇവിടെ കഴിഞ്ഞേനെ. പിന്നെ പിടുങ്ങിയാണോ പോകുന്നത്? കല്യാണത്തിന് വന്ന അമ്മായിയും മെമ്പരോളും അതേ ചക്കരെ പോലെ ആയിരുന്നല്ലോ. ആ തള്ളക്ക് വീണ്ടും ചൊറിച്ചിൽ തുടങ്ങി. എന്നാ നിനക്ക് അവിടെ വൃത്തിയായിട്ട് മാറ്റി കൊടുക്കാമായിരുന്നില്ലേ? മാന്തമല്ല, ആ മോന്തിക്കൊരു തേമ്പാ കൊടുക്കേണ്ടത്. ആർക്കിട്ട് കൊടുക്കുന്ന കാര്യം ചേച്ചി പറയുന്നേ? എന്റെ അമ്മായിമ്മയില്ലേ, ആ മന്ദർ തള്ളക്കിട്ട്. അവര് നിന്റെ കല്യാണം കൂടാനൊന്നും അല്ല വന്നത്, ഇവിടുത്തെ കുറ്റവും കുറവും കണ്ടുപിടിക്കാനാ. സാമ്പാറിന് ഉപ്പ് കൂടി, പായസത്തിന് മധുരം കുറഞ്ഞു, പുളിശ്ശേരിക്ക് പുളി കൂടി, എരിശ്ശേരിക്ക് എരി കൂടി. ഓ, പിന്നെ അവരെ സിംഹാസനത്തിലെത്തി ആരും ആദരിച്ച് വണങ്ങിയില്ലെന്ന പരാതി വേറെ. എന്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞാ എനിക്ക് സഹിക്കില്ല. സഹിക്കുന്നതിനും പൊറുക്കുന്നതിനും ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. പിന്നെ കുഞ്ഞനീത്തയാണ് പൊന്നനീത്തയാണ് എന്നൊന്നും എന്നോട് പറഞ്ഞേക്കരുത്. ഏറ്റവും ഇളയതല്ലേ, അവളെ കുറിച്ച് ലാളിച്ചാണ് വളർത്തിയത്. എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിച്ചൂടെ? അയ്യോ, എൻ പുതിയ സാരി അത് 10,000 രൂപ വിലയുള്ളതാ. വെള്ളത്തിൽ മുക്കി കുത്തിപ്പിഴിഞ്ഞ അതിന് പണി കഴിഞ്ഞു. അത് അലക്കണ്ട. സാരമില്ല മോളെ, ഞാൻ അലക്കാം. അലക്കണ്ടെന്നല്ലേ പറഞ്ഞത്? ആരലക്കിയാൽ എന്താ മോളെ, വെളുത്താ പോരെ. ഈ തള്ളക്കൊന്നും പറഞ്ഞ മനസ്സിലാവില്ലേ? എന്തെങ്കിലും പറ്റിയോ അമ്മേ? എന്താ ഇത്? ഇത്രയും വില കൂടിയ സാരി ഡ്രൈവേഷനോ കൊടുക്കേണ്ടത്? ടീച്ചറാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വിവരം വേണം. എന്റെ ഭാര്യത്തല്ല നീ ആരാടാ? ഞാനൊരല്പം താമസിച്ചതേ ചേട്ടൻ ഇവർക്കട്ടൊന്ന് പൊട്ടിക്കുന്ന കരുതിയാ. എന്റെ അമ്മയെ തള്ളിയിട്ട് വിള ഞാൻ. വേണ്ട, ഒരെണ്ണം മതി. നീ ഈ അമ്മയുടെ വയറ്റിൽ പറഞ്ഞ മകനാണെന്ന് തെളിയിക്കാൻ. അയ്യോ അയ്യോ, എന്റെ മോളെ എല്ലാരും കൂടെ ഇവിടെ തല്ലി കൊല്ലുകയാണോ? ഇവരിട്ട് രണ്ട് കൊടുക്കാൻ ഇവിടെ ആരില്ലേ? എടാ പ്രേമേന്ദ്ര, നോയിക്കൊണ്ട് നിൽക്കുകയാണോ? അതെ, ബഹളം ഉണ്ടാക്കണ്ട. നിങ്ങളുടെ മകൾ ചെയ്ത വലിയൊരു തെറ്റിന് ഒരു ചെറിയ ശിക്ഷ കൊടുത്തു, അത്രേ ഉള്ളൂ. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ തല്ലാനാണോ ഈ തള്ളയും കൂടെ കൂട്ടു നിൽക്കുന്നത്? എന്റെ അമ്മയെ കുറിച്ച് മിണ്ടി പോരുത്. ഞങ്ങളുടെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോ പോലും അമ്മയോട് ഒരു മറുവാക്ക് പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ല. ഞങ്ങളുടെ അമ്മ ഇവിടെ എന്താ ചെയ്തെന്നറിയോ? അപ്പൊ എന്റെ 10,000 രൂപയുടെ സാരിയോ? അമ്മയ്ക്ക് അറിഞ്ഞൂടെ വില കൂടിയ സാരി നനയ്ക്കാൻ പാടില്ലെന്ന്? അമ്മയേക്കാൾ വലുതാണോ ഒരു സാരി? മാധവി, നീ സംസാരിക്കണ്ട, അകത്തു പോ. വിശാലാക്ഷി, എനിക്കൊരു തെറ്റുപറ്റി. തെറ്റുപറ്റിയത് എനിക്കാ. ഈ അലവലാതി കുടുംബത്തിലേക്ക് എന്റെ മോളെ കെട്ടിച്ചു കൊടുത്തത്. അലവലാതി കുടുംബം ആർക്കാണെന്ന് കണ്ടാൽ അറിയാം. ഒരു ചുരിദാറും വലിച്ചു കയറ്റി കൂളിംഗ് ഗ്ലാസും വെച്ച് പ്രായം മറന്നുള്ള നിങ്ങളുടെ ഈ നടപ്പ് നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുക അലവലാതിയാണെന്നേ. മാധവി, അമ്മയൊന്നും മിണ്ടാതിരുന്നേ. ഞങ്ങളുടെ കുടുംബത്തിക്കാർ ഞങ്ങളെ ഭരിക്കാതെ ഇറങ്ങി പോതളച്ചി. ആണല്ലോ ഇത് കേട്ടു നിൽക്കാൻ. വേറെ വണ്ടിയില് പ്രേമേന്ദ്ര, പ്രശ്നം വഷളാക്കാതെ തന്റെ ഭാര്യയെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി. പ്രേമേന്ദ്രന് എല്ലാം മനസ്സിലായി. നിനക്ക് ഭാര്യയോട് ജീവിക്കണമെങ്കിൽ ഞാൻ ശീതനമായിട്ട് തന്ന ആ മാരുതി കാറെടുത്ത് എന്റെ പിന്നാലെ പോരെ. കേറി കാറില്. നീ ആലോചിക്കാനൊന്നുമില്ല. ഞാൻ ഈ കുടുംബം കുളം തോണ്ടും. കേറിയകത്ത്. പ്രേമ, പോകരുത്. വരുന്നില്ലേ? പ്രേമ, പ്രേമ, ശേഖരൻകുട്ടി അവ പോണ കണ്ടില്ലേ? അമ്മ പുല്ലാരിച്ചു വളർത്തിയ മൂത്ത മോന് ഇവൻ നട്ടല് കൊടുത്തില്ലെന്ന് കരുതിയാ മതി. മായാദേവി വലിയ തറവാട്ടുകാരാ. മൂത്തവരൊക്കെ കെട്ടിയിരിക്കുന്നത് നല്ല കാശുള്ള കുടുംബത്തിന്നാ. കുട്ടി കൊള്ളാം. അപ്പൊ ഇത് ആലോചിക്കാം. ഒന്നും ആലോചിക്കണ്ട.
അവൻ കെട്ടേണ്ട പെണ്ണിനെയൊക്കെ ഞാൻ പണ്ടേ നിശ്ചയിച്ചിട്ടുണ്ട്. സുലോചന ഗൾഫിൽ നിന്ന് വന്നിട്ട് മതി രഘുവിന്റെ കല്യാണം. ഞാനേ എന്റെ ആങ്ങളേക്ക് വാക്ക് കൊടുത്തിട്ടുള്ളതാ. ഈയിടെ നിന്റെ ആങ്ങളോട് കല്യാണത്തെ കുറിച്ച് സംസാരിച്ചപ്പോ അയാൾ പറഞ്ഞത് കുറച്ചുകൂടി കഴിയട്ടെന്നാ. അവളെ ഒരു കറവപ്പശുവായിട്ടാ അവർ കണക്കാക്കിയിരിക്കുന്നത്. അവള് സമ്പാദിച്ചു കൂട്ടണ മുഴുവൻ ആർക്കു വേണ്ടിയാ? നമ്മുടെ മോനാ. അവൾ അവിടെ രഘുന്ന് വിചാരിച്ചോണ്ടിരിക്കുക. എന്നെ പറ്റി ആരും ഒന്നും വിചാരിച്ചു എങ്ങും ഇരിക്കണ്ട. എന്റെ വാക്ക് കേൾക്കാതെ ഗൾഫിൽ പോയ അവളെയും അവളുടെ കാശും എനിക്ക് വേണ്ട. ഗൾഫിൽ വേറെ കല്യാണം കഴിച്ച് താമസിക്കുകയാണെന്ന് നാട്ടിലൊരു ശ്രുതി. നിർത്തണോ? നാട്ടുകാര് പലതും പറയും. ഈ നാട്ടുകാരുടെ മുന്നിൽ കൂടെ വേണ്ടേ ഞാനിവിടെ കെട്ടിയാലും കൊണ്ട് നടക്കേണ്ടത്? അത് ശരിയാ. ഇതൊന്ന് നോക്കിയേ, നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ. ഇത് തിരക്കിട്ടില്ല. രഘു, ഞാൻ പറഞ്ഞത് കേക്ക്. വേണ്ട, ഇത് തന്നെ ആലോചിച്ചാ മതി. അമ്മ എന്തിനാ ഓട്ടോയിൽ വന്നത്? പറഞ്ഞിരുന്നെങ്കിൽ കാർ അയക്കുമായിരുന്നല്ലോ. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ. ഒരു ടാക്സി പിടിച്ചെങ്കിലും പോരായിരുന്നു. കാശ് ഞാൻ കൊടുത്തേനെ. ഓട്ടോറിക്ഷയിലേക്ക് ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് മോശ. അതുകൊണ്ട് എടാ രാമ, നീ ഇവിടെ എന്തെടുക്കാ? നിന്നോട് പുല്ലി എത്താൻ പറഞ്ഞിട്ട് ചെത്തിയോ? ഒന്നിനും ഒരു ഉത്തരവാദിത്വമില്ല. അമ്മ വാ. കല്യാണി, എടി കല്യാണി, എന്താടി ഇത്? നീ ഇവിടെ തൂത്തുവരിയിട്ട് പോയതല്ലേ? എന്നിട്ട് എന്തായി കിടക്കുന്നത്? എല്ലായിടത്തും എന്റെ കണ്ണെത്തണമെന്ന് വെച്ചാൽ കുറെ കഷ്ടാണേ. മുറ്റത്തൊരു പ്ലാവിനെ വീണ കത്തിയിടാത്ത പെണ്ണ് കണ്ടുപിടിച്ചു. ജോലിക്കാർ ഒത്തിരി ഉണ്ട്. എല്ലാത്തിനും നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കുറച്ച് പാട് തന്നെയാ. എന്തൊരു തണുപ്പാ. എ സി നിനക്ക് ശീലമില്ലാത്തല്ലേ? എനിക്കാണെങ്കിൽ എ സി ഇല്ലാണ്ട് ഇപ്പൊ ജീവിക്കാൻ പറ്റാണ്ടായി. ഹായ്, എന്തോ ഒരു സാരി ഈ ചേച്ചിക്ക്. തുണിക്കടയിലിരിക്കണ മാതിരി ഉണ്ട്. ഇത് കുറച്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം അപ്പുറത്തെ മുറിയില്ല. ചേച്ചി, ഇതിന്ന് ഒരു സാരി എനിക്ക് തരുമോ? ഇതിന്നൊന്നും ചോദിക്കണ്ട. അല്ലെങ്കിൽ തന്നെ 500 എണ്ണം തികയാൻ 3 എണ്ണം കൂടി വേണം. ആ വിഷമത്തിലാ ഞാൻ. ഞാൻ വെറുതെ ചോദിച്ചല്ലേ. നിനക്ക് ഉടുത്തു പഠിക്കാനേ വില കുറഞ്ഞ ഒരെണ്ണം ഞാൻ വാങ്ങിത്തരാം. നീ ഒന്നും അവക്ക് വാങ്ങിച്ചു കൊടുക്കണ്ട. അവക്ക് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. ഇതാരാ അമ്മയോ? എന്താ മായേ നിന്റെ മുഖത്തൊരു വാട്ടം? എന്റെ ശ്രീമതി വല്ല പത്രാസം കാണിച്ചോ? നീ എന്താ നോക്കി നിൽക്കുന്നത്? പോയി ചായ എടുക്കടി. ഇവക്ക് ഒരാലോചന വന്നിട്ടുണ്ട്. പെണ്ണിനെ അവക്ക് ഇഷ്ടായി. നല്ല ആലോചനയാണെങ്കിൽ കേമമായിട്ട് തന്നെ നടത്തണം അല്ലേ? അതിന് പ്രേമേന്ദ്രനെ അറിയിക്കണം. അമ്മ എന്ന് വിളിച്ച അവൻ വരും. അവന്റെ കുഞ്ഞനീത്തിയുടെ കല്യാണമല്ലേ? അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സ്റ്റുഡിയോയിൽ ആദ്യം പോയത്. അപ്പൊ അത് പൂട്ടിയിട്ടിട്ട് ഒത്തിരി നാളായെന്ന് അറിഞ്ഞു. സ്റ്റുഡിയോയിൽ കിട്ടുന്ന കാശ് ഞാൻ വട്ടച്ചെലവിന് കൊടുക്കുന്നുണ്ടല്ലോ. പ്രേമേന്ദ്ര, നല്ല കാറ്, ഇതുപോലെ ഒരു മോനെ, ഇവക്കൊരാലോചന വന്നിട്ടുണ്ട്. നല്ല കുടുംബക്കാരാ. എന്താടി കൊച്ചേ, നീയും വളച്ചെടുത്ത് ഒപ്പിച്ചതാണോ? അതാണല്ലോ പാരമ്പര്യം. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയത്? ഞങ്ങള് ചത്തോ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാനാ? അങ്ങനെ പറയരുത് മോളെ. നിങ്ങളെ തിരിച്ചു വിളിച്ചോണ്ട് പോകാനും കൂടിയാ അമ്മ വന്നത്. പ്രധാന കാര്യം അതല്ല. ഈ പെണ്ണിന്റെ കല്യാണ ആവശ്യം വന്നപ്പോ പ്രേമേന്ദ്രനെ വേണം. അതിനാ. അത് തന്നെ. കല്യാണം ആവശ്യമില്ല, മരണമായാലും ശരി. ഞങ്ങൾ ആ കുടുംബത്തിൽ കാലു കുത്തണമെങ്കിൽ എന്നെ തല്ലി ആ തിണ്ടി ഇവിടെ വന്ന് മാപ്പ് പറയണം. അതല്ല, ഇനിയിപ്പോ വല്ല സാമ്പത്തിക സഹായം പ്രതീക്ഷിച്ചിട്ടാണെങ്കിലേ എന്തെങ്കിലും ഒരു സംഭാവന ഞാനും തരാം. പണത്തേക്കാൾ വലുത് ബന്ധങ്ങളാണെന്ന് മറക്കരുത്. ഇവളുടെ കൈ പിടിച്ചു കൊടുക്കാൻ മൂത്തരാങ്ങള. അത്ര എന്റെ മോൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. പ്രേമേന്ദ്ര, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ വരാം. ബാലേന്ദ്രൻ വന്ന് ഇവളോട് മാപ്പ് പറയട്ടെ. ചേട്ടത്തി നമ്മുടെ അമ്മയെ തള്ളിയിട്ടത് തെറ്റല്ല അല്ലേ? എന്റെ ബാലേട്ടനൊരു അബദ്ധം പറ്റി. ചേട്ടത്തിയുടെ കർണ തന്നടിച്ച ആ അടി ചേട്ടനിട്ടായിരുന്നെങ്കിൽ കുറച്ച് ഗുണം ചെയ്തേനെ. പിന്നെ എന്റെ കല്യാണം നടത്താൻ തീരെ നിവൃത്തിയില്ല. എന്റെ അമ്മ എന്റെ പേരിൽ ഒരു ലേലച്ചിട്ട് ചേർന്നിട്ടുണ്ട്. അത് വിളിച്ചെടുക്കും, കല്യാണം അന്തസ്സായിട്ട് നടത്തുകയും ചെയ്യും. പിന്നെ നിങ്ങളൊക്കെ കല്യാണത്തിന് പങ്കെടുത്തില്ല എന്ന് കരുതി എന്റെ കല്യാണം എങ്ങാനും മുടങ്ങി ഞാനൊരു കെട്ടാ പെണ്ണായിട്ട് നിന്ന് പോയാ അങ്ങ് നിക്കട്ടെ. എന്നാണ് ശാരദ ടീച്ചറുടെ ഇളയ മോളാണെന്നുള്ള അഭിമാനത്തോടെ തന്നെ ആ വീട്ടിൽ ഞാൻ എന്നും കഴിഞ്ഞോളാം.